ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാൽ ബ്രദേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലെ ടോപ്പിക്കിൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. ഓക്കെ, ഒരു റാൻഡം വേരിയബിളിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡിവിഷൻ തന്നിരുന്നാൽ നോർമൽ വേരിയബിളിലാണ്, ഒരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡിവിഷൻ തന്നിരുന്നാൽ എങ്ങനെ നമുക്ക് 12 to 30 വരെ അല്ലെങ്കിൽ 30 to 50 വരെയുള്ള ആ റാൻഡം വേരിയബിൾ എന്താണ് പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും ബൈ യൂസിങ് എന്താണ് ഇസഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇസഡ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, ഇത് BSc സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസിൻ്റെ 4th സെമ്മിലെ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഏവർക്കും ലാൽ ബ്രദേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. പിന്നെ എടുക്കാം. ഓക്കെ, നമുക്കിന്ന് ആദ്യം ഇസഡ് ടേബിൾ നോക്കാം. നോർമൽ ടേബിൾ എങ്ങനെയാണ് വാല്യൂ എടുക്കണമെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ് ടേബിൾ എങ്ങനെ നോക്കുന്നു പറയാം. സപ്പോസ് ഇതാണ് ഇസഡിൻ്റെ വാല്യൂസ് 0.0, 0.01, 0.02, അങ്ങനെ 0.3, 0.4, 0.5, അങ്ങനെ 1 വരെ 1.1, 1.2, 1.3, അങ്ങനെ 2, 2.1, 2.2, 2.3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ടേബിളിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതിൻ്റെ കംപ്ലീറ്റ് ടേബിൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങ് ഇടാം. ഓക്കെ, ഇവിടെ നോക്കാം. സപ്പോസ് എനിക്ക് ഇസഡിൻ്റെ വാല്യൂ 0.07 വേണമെന്ന് വിചാരിക്കാം. 7 വേണ്ട, ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന വാല്യൂ നോക്കാം. 1 ഇസഡിൻ്റെ വാല്യൂ 1 വേണമെന്ന് വിചാരിക്കുക. ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. ഇവിടെ ഇസഡിൻ്റെ വാല്യൂ നോക്കാം. 1 കറസ്പോണ്ട് ഇവിടെ 0യുടെ വാല്യൂ നോക്കാം. അപ്പോൾ പോയിന്റ് ഏതാണ്? 0.3413. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ 1 ആയാൽ അടുത്ത നോർമൽ ടേബിളിൻ്റെ വാല്യൂ എത്രയാണ്? 0.3413. ഓക്കെ, നെക്സ്റ്റ് സപ്പോസ് നിങ്ങൾക്ക് ഇസഡിൻ്റെ വാല്യൂ 0 ലെസ് ദാൻ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു 2 എന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസഡിൻ്റെ വാല്യൂ 2 വരെയുള്ള വാല്യൂ ആണ് നോക്കേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 2 ഇസഡിൻ്റെ വാല്യൂ 2 ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇസഡ് വാല്യൂ 2 എത്രയാണ്? കറസ്പോണ്ടിങ് 0 കിടക്കുന്നത് എന്താണ്? 0.4772. അതാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.4772. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? 0.4772. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട വാല്യൂ 2.04 എന്ന് വിചാരിച്ചു. എങ്കിൽ നിങ്ങളിവിടെ 2നും 0.04നും കറസ്പോണ്ടിങ് ആണ് വാല്യൂ എടുക്കുക. എന്ന് പറയുമ്പോൾ ആരാണ്? 0.4793. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് 2.79 എന്ന് വിചാരിക്കാം. ഓക്കെ, എങ്കിൽ നിങ്ങൾ ആദ്യം 2.7 ഞാൻ ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടിങ്ങനെ വാല്യൂ എടുക്കാം. 2.29 എന്ന് വിചാരിക്കുക. 2.29 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് ഇവിടെ 2.2 നോക്കുക. ഇനി ഈ 2.2 അടുത്ത ഡിജിറ്റ് 9 അല്ലേ? ഇവിടെ 0.09 ആയെന്ന് നോക്കാം. അപ്പോൾ 2.2ൽ 0.09 കിടക്കുന്ന വാല്യൂ ഏതാണ്? ഈ വാല്യൂ 0.4890. മനസ്സിലായോ? ഇനി സപ്പോസ് നിങ്ങൾക്ക് 2.27 വേണമെന്ന് വിചാരിക്കുക. എങ്കിൽ എന്ത് വെക്കുക? 2.2 എടുക്കാതെ 2.2ൽ 7 നേർക്ക് കിടക്കുന്ന വാല്യൂ നോക്കുക. അപ്പോൾ ആരാണ് 7 നേർക്ക് കിടക്കുന്ന? 0.4884. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇസഡ് ടേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതൊക്കെ ഞാൻ തൊട്ടടുത്ത് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ലാസ്റ്റ് ഒരു ഇതും കൂടെ പറഞ്ഞാൽ 2.53 ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടെ നിന്ന് 5 എഴുതിയിട്ടില്ല. അപ്പോൾ 2.23 ആണ്. ആദ്യം 2.2 എടുക്കുക. അതിന് കറസ്പോണ്ടിങ് എന്ന് നോക്കുക 3യുടെ വാല്യൂ. അപ്പോൾ ആൻസർ ഏതാണ്? 0.4871. ക്ലിയർ ആയോ? ഈ ടേബിളിൽ ഞാൻ ഇവിടെ ചെറിയൊരു പോർഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി ഫുൾ പോർഷൻ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് കിടക്കാം. ക്വസ്റ്റ് ഇതാണ്: ലെറ്റ് എക്സ് ഈസ് എ നോർമൽ റാൻഡം വേരിയബിൾ വിത്ത് മീൻ 12ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ആണെങ്കിൽ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 20, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 20 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 12. ഇത്രയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഓരോന്നായിട്ട് ഞാൻ ചെയ്തു തരാം. അത് നമുക്ക് ഫസ്റ്റ് ഇത് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 20. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇസഡ് സ്റ്റാറ്റിസ്റ്റിക് ചെയ്യുന്നത്. ആരെ ഇസഡ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മ്യൂ മീൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇസഡിൻ്റെ വാല്യൂ എപ്പോഴും കണ്ടുപിടിക്കണം. ഇസഡ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 20. അപ്പം എന്താണ്? 20 മൈനസ് പിന്നെ ഏതാണ്? മ്യൂ എത്രയാണ്? മീൻ 12 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 4. 20 മൈനസ് 12 എത്രയാണ്? 8 ബൈ 4 എത്രയാണ്? 2. അപ്പം നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 20ക്ക് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തെന്ന് എഴുതിയാൽ മതി? 2 എന്ന് എഴുതിയാൽ മതി. ക്ലിയർ, ഫൈൻ. ഇനി ഇത് നമ്മൾ നോർമൽ ടേബിളിൻ്റെ ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കും. ഓക്കെ, അത് ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അതാണ് നോർമൽ ടേബിളിൻ്റെ നമുക്ക് ഗ്രാഫ് നിങ്ങൾക്ക് അറിയാമായിരിക്കും.
ആണ് നോർമലിൻ്റെ ഗ്രാഫ്. ഓക്കെ, ഞാനിത് ഇതാ ഈ പോയിന്റ് ഇസഡ് 0 എന്ന് വിചാരിക്കാം. നമുക്കൊരു കാര്യം അറിയാം, ടോട്ടൽ നോർമലിൻ്റെ ഗ്രാഫിൽ ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണ്? 1. അല്ലേ, ഇത്രയും പോർഷൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 0.5. ഇത്രയും പോർഷനാണ് എത്രയാണ്? ഏരിയ ഓഫ് നോർമൽ കർവ് ഉണ്ടല്ലോ, ഏരിയ പ്രോപ്പർട്ടിയാണ്. ഇത്രയും പോർഷൻ്റെ പ്രോബബിലിറ്റി 0.5, ഇത്രയും പോർഷൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 0.5. ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണ്? 0.1. ക്ലിയർ? നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് 2 എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിനേക്കാളും ഇസൻ്റെ വാല്യൂ കൂടുതലായിട്ടുള്ളൂ എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ്. ഈ കറസ്പോണ്ടിങ് പോർഷൻ്റെ പ്രോബബിലിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇസൻ്റെ വാല്യൂ 2-നേക്കാളും വലുത്. സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ 2-നേക്കാളും വലുതായിട്ടുള്ള ഇസൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു കാര്യം പറയട്ടോ, ഇത്രയും പോർഷൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 0.5 അല്ലേ? അപ്പോൾ ഇത്രയും പോർഷൻ്റെ പ്രോബബിലിറ്റിയിൽ നിന്നും 0 മുതൽ 2 വരെയുള്ള പ്രോബബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ പോരെ? അപ്പോൾ ഇത്രയും പോർഷൻ്റെ പ്രോബബിലിറ്റി കിട്ടൂലേ? കാരണം ഇത്രയും പ്രോബബിലിറ്റി 0.5 ആണ്. അതിൽ നിന്നും 0 to 2 വരെയുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2-നേക്കാളും കൂടുതലുള്ള പ്രോബബിലിറ്റി കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ് 0.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു 2. മനസ്സിലായോ? ഇത്രയും പോർഷൻ 0.5 ആണ്. അതിൽ നിന്നും 0 മുതൽ 2 വരെയുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ ഇത് കിട്ടും. ഈ 0 മുതൽ 2 വരെയുള്ള പ്രോബബിലിറ്റി നോർമൽ ടേബിളിൽ ഇസൻ്റെ വാല്യൂ 2 ചെക്ക് ചെയ്യുക. ഇസൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? 2 ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.5 മൈനസ് നോർമൽ ടേബിൾ. നിങ്ങൾ ചെക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞു തന്നു. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.4772 എന്ന് കിട്ടും. 0.4772 എന്ന് കിട്ടും. എന്ത് ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.02. കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാണ്, നോക്കി നിങ്ങൾ കണ്ടുപിടിച്ചാൽ 0.0228. ഈ വാല്യൂ എവിടെ നിന്ന് എടുക്കണം? നേരത്തെ ഞാൻ നോർമൽ ടേബിൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ. അതിൽ 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇസൻ്റെ വാല്യൂ 2-നുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ടേബിളിലെ വാല്യൂ പിടിക്കുക. ഫൈൻ, ക്ലിയർ? ഓക്കെ, അടുത്ത് നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 20 ചെക്ക് ചെയ്യാം. നേരത്തെ പോലെയാണ് ഇസഡ് കണ്ടുപിടിക്കുക. ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ. എക്സ് എന്ന് പറഞ്ഞാൽ 20 മൈനസ് മ്യൂ എത്രയാണ്? 12/4. നേരത്തെ സെയിം തന്നെയാണ്. ആൻസർ 8/4/2. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കുകയാണ്. ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 20 കണ്ടുപിടിക്കുന്നതിന് പകരം ആദ്യം നോക്കിയാൽ പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു 2 നോക്കിയാൽ മതി. ഇതും നമ്മൾ നേരത്തെ പോലെ എന്ത് വരയ്ക്കുക? നോർമൽ ടേബിളിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിൽ ഈ വാല്യൂ നമ്മൾ ഇസഡ് ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടത് ഈ വാല്യൂനെ 2 ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ആ 2-നേക്കാളും ഇസൻ്റെ വാല്യൂ കുറവായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ഇങ്ങോട്ടുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ആവശ്യം. ക്ലിയർ? നമുക്കൊരു കാര്യം അറിയാം, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതിൽ ഈ സൈഡിലെ പ്രോബബിലിറ്റി എന്താണ്? 0.5 ആണ്. സെൻറ്റർ പോയിന്റ് എക്സ് ഈക്വൽ മ്യൂ എന്ന പോയിന്റ് സിമെട്രിക് ആണ്. ഇത്രയും പോർഷനും 0.5, ഇത്രയും പോർഷനും 0.5. ഓക്കെ, നമുക്ക് വേണ്ട ഇത്രയും പോർഷനാണ്. നോക്കേ, ഇത്രയും പോർഷൻ 0.5 അല്ലേ? പ്ലസ് ഇത് മുതൽ ഇതുവരെ വാല്യൂ ചെയ്താൽ പോരെ? 0 to 2 വരെ ചെക്ക് ചെയ്താൽ പോരെ? എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ 0.5 പ്ലസ് ഇത്രയും പോർഷൻ ആഡ് ചെയ്താൽ മതിയല്ലോ ഗ്രാഫ് വഴി. നമുക്ക് വേണ്ടത് 2-നേക്കാളും ഇസൻ്റെ വാല്യൂ കുറവുള്ള വാല്യൂ. ഇതാണ് 2 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിനേക്കാൾ ഇസൻ്റെ വാല്യൂ കുറവെന്ന് പറയുമ്പോൾ 2-ന് ബാക്കിലോട്ടുള്ള എല്ലാ പോർഷനും നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഇത്രയും പോർഷൻ വാല്യൂ 0.5 ആണ്. ബാക്കി ഇത്രയും പോർഷൻ ആഡ് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 0.5 പ്ലസ് ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു 2. ഈ പോർഷൻ്റെ പ്രോബബിലിറ്റി നോർമൽ ടേബിൾ വെച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 0 മുതൽ 2 വരെയുള്ള ഇസൻ്റെ വാല്യൂ നോർമൽ ടേബിൾ വെച്ച് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ ആൻസർ എന്താണ്? 0.5 പ്ലസ് 0 to 2 വരെയുള്ളത് ഞാൻ നോർമൽ ടേബിൾ വെച്ച് കണ്ടുപിടിക്കുകയാണ്. 0 to 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുമ്പം 0.4772. 0.4772. ഓക്കെ, ക്ലിയർ? ആൻസർ 0.9772 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? 0.9772. 9772. 0.47. ഓക്കെ, 0.9772 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? സംശയമുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ആ ക്വസ്റ്റൻ നോക്കാം. ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 12. നേരത്തെ പോലെ നമ്മൾ ഇവിടെ 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 2-ന്റെ ഇസഡ് വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം 0-യുടെ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇസഡ് വാല്യൂ ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ. 0 മൈനസ് മ്യൂ മീൻ എത്ര? 12 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4, ദാറ്റ് ഇസ് -3 എന്ന് കിട്ടും. അടുത്ത എക്സ് ഈക്വൽ ടു 12 ആകുമ്പോൾ ഇസഡ് എന്താണ്?
എക്സ് മൈനസ് 12 മൈനസ് ആരാ 12 മീൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് 12/4. അപ്പോൾ അവിടെ നിന്ന് കിട്ടി 0. അപ്പം പ്രോബബിലിറ്റി ഓഫ് 0 <= എക്സ് <= 12 പകരം പ്രോബബിലിറ്റി ഓഫ് -3 <= z ഏത് ചെയ്ത് നോക്കിയാൽ മതി 0 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായോ? ഈ രണ്ട് എൻഡും എന്ത് ചെയ്യുക എക്സ് മൈനസ് നമ്മൾ ഇസൻ്റെ ഫോർമുല ഏതാ z = x മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ രണ്ട് എൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇസൻ്റെ കറസ്പോണ്ട് എക്സിനെ നേരെ ട്രാൻസ്ഫോം ചെയ്ത് നോർമൽ വേരിയലിലോട്ട് മാറ്റി. ക്ലിയർ? ഫൈൻ. അപ്പോൾ ഇനി ചെക്ക് ചെയ്യേണ്ട ഇതാണ് ചെക്ക് ചെയ്യേണ്ട. മനസ്സിലായോ? ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുക നോർമൽ ടേബിൾ വരച്ചു. നോർമലിൻ്റെ ഗ്രാഫ് വരച്ചു. അത് നമുക്ക് വേണ്ടത് -3 മുതൽ 0 വരെ ഇത്രയും 0.5 ഇത്രയും പ്രോബിലിറ്റി ഇതാണ് -3 അതിൽ കൊടുത്തു. അപ്പോൾ -3 മുതൽ 0 ഈ ഇത്രയും പോർഷൻ്റെ പ്രോബിലിറ്റിയാണ് വേണ്ടത്. -3 മുതൽ 0 വരെ. ഒരു കാര്യം നമുക്ക് നേരത്തെ അറിയാം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമിട്രിക്കൽ അബൌട്ട് മ്യൂ അല്ലെങ്കിൽ ഒറിജിൻ. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമിട്രിയ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 0.5 വലിയ ഫുൾ പ്രോബിലിറ്റി, റൈറ്റ് സൈഡ് ഏതാണ് 0.5, വിച്ച് മീൻസ് 0 മുതൽ -3 വരെയുള്ള സെയിം പ്രോബബിലിറ്റി തന്നെയായിരിക്കും 0 മുതൽ +3 വരെ ഉള്ളത്. അപ്പോൾ 0 മുതൽ -2 വരെയുള്ള സെയിം പ്രോബിലിറ്റി തന്നെയായിരിക്കും 0 മുതൽ 2 വരെയുള്ള. 0 മുതൽ -10 വരെയുള്ള സെയിം പ്രോബിലിറ്റി തന്നെയായിരിക്കും 0 മുതൽ +10 വരെയുള്ളത്. അവിടെ 0 to -3 വരെ കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാലും മതി, ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 0 <= z <= 3. എന്തുകൊണ്ടാ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ബൈ സിമിട്രിക്കൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെക്ക് ചെയ്താലും മതി, 0 to 3 വരെയുള്ള വാല്യൂ എന്ത് ചെയ്താലും മതി ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോർമൽ ടേബിളിൽ z = 3യുടെ വാല്യൂ ചെക്ക് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. നോർമൽ ടേബിൾ z = 3 എന്ന് പറയുമ്പം ആൻസർ 0.4936. നിങ്ങൾ നോർമൽ ടേബിൾ എന്ത് ചെയ്താലും മതി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നോർമൽ ടേബിൾ കാണുന്നത് ഇതാണ് നോർമൽ ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ നോർമൽ ടേബിൾ എന്ത് ചെയ്താലും മതി ചെക്ക് ചെയ്താലും മതി. ഞാൻ വീഡിയോയുടെ എൻഡിൽ നോർമൽ ടേബിൾ ഇട്ടേക്കാം. ക്ലിയർ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഈ ക്വസ്റ്റൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് 26 <= x <= 40. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഇസഡ് കണ്ടുപിടിക്കും. നമ്മൾ ഇസൻ്റെ വാല്യൂ അറിയില്ല, x = x മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡ് ഡിവിഷൻ. ഈ ക്വസ്റ്റനിൽ മീൻ 30 സ്റ്റാൻഡ് ഡിവിഷൻ 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് രണ്ട് എൻഡിലും ഇസഡ് വാല്യൂ കണ്ടുപിടിക്കാം. അത് നമുക്ക് x = 26 ആകുമ്പോൾ ഇസഡ് കണ്ടുപിടിക്കും. x = 26 ആകുമ്പോൾ ഇസഡ് എന്താണ്? z = x 26 മൈനസ് മ്യൂ എത്രയാ 30 ബൈ എത്രയാണ് സ്റ്റാൻഡ് ഡിവിഷൻ 5. കാൽക്കുലേറ്റർ നിങ്ങൾ അടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് -0.8 എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് x = 40 നോക്കി നോക്കുക. x = 40 ആകുമ്പോൾ z = 26 മൈനസ് 40 ബൈ 5. സോറി, എന്താണ് 40 മൈനസ് 30 അല്ലേ? എക്സിന് ഓരോ കൊടുക്കണം. x 40 മൈനസ് 30 ബൈ 5 10/5 ആൻസർ 32 എന്ന് കിട്ടി. വിച്ച് മീൻസ് പ്രോബബിലിറ്റി ഓഫ് 26 <= x <= 40ക്ക് പകരം എന്ത് ചെക്ക് ചെയ്താൽ മതി? പ്രോബിലിറ്റി ഓഫ് ഇസഡ് എത്രയാ -0.8 <= z <= 40 ചെക്ക് ചെയ്താൽ മതി. നമുക്കിനി പഴയതുപോലെ ഇതും ഗ്രാഫ് വരച്ച് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതാ നോർമലിൻ്റെ ഗ്രാഫ് വരയ്ക്കാണ്. ടച്ച് ചെയ്യരുത് ഇവിടെ. ഓക്കെ, ഇത്രയും പ്രോബിലിറ്റി 0.5, ഇത്രയും പ്രോബിലിറ്റി 0.5. സെൻട്രൽ വാല്യൂ z = ഞാൻ 0ക്ക് നമുക്ക് വേണ്ട എത്ര? സോറി 40 അല്ലല്ലോ, 2 അല്ലേ? പ്രോബിലിറ്റി 26 <= x <= 40 എന്ന് പറഞ്ഞാൽ -0.8 <= z <= 2. സോറി 40 അല്ല 2. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഞാൻ ഈ വാല്യൂ -0.8 എന്ന് വിചാരിക്കുക. -0.8 അതാ ഇവിടെ ഒരു വാല്യൂ ഇതാണ് 2 എന്ന് വിചാരിക്കുക. -0.8 മുതൽ നമുക്ക് ഏത് വരെയുള്ള വാല്യൂ വേണ്ടത്? 2 വരെയുള്ള ഇത്രയും വാല്യൂസാണ് വേണ്ടത്. ഇത്രയും വാല്യൂ അങ്ങ് ആഡ് ചെയ്താൽ പോരെ? നമുക്ക് 0 to 2 വരെയുള്ള വാല്യൂ ഇസൻ്റെ ടേബിളിൽ നിന്ന് കിട്ടും, നോർമൽ ടേബിളിൽ നിന്ന് കിട്ടും. ഇനി -8 മുതൽ 0 വരെയുള്ള വാല്യൂയും കിട്ടും. എങ്ങനെ കിട്ടും? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു -8 മുതൽ 0 വരെ പറഞ്ഞാലും 0 to 8 എന്ന് പറഞ്ഞാലും ആൻസർ സെയിമാണ്. കാരണം ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിട്രിയ. അപ്പോൾ ഇവനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? പ്രോബിലിറ്റി ഓഫ് -0.8 <= z <= 0 എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോബിലിറ്റി പ്ലസ് ഇത്രയും പ്രോബിലിറ്റി. എത്രയെന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് 0 <= z <= 2. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോബിലിറ്റി പ്ലസ് ഇത്രയും പ്രോബിലിറ്റി എടുത്താൽ മതി. ഇനി ഞാൻ പറഞ്ഞു -0.8 മുതൽ 0 വരെ വരുന്ന സെയിം പ്രോബിലിറ്റി തന്നെയാണ് 0 to 0.8 വരെ പറഞ്ഞാൽ. കാരണം എന്താണ്? സിമിട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതുകൊണ്ട് ഇവനെ ഒന്നും കൂടെ മാറ്റി എന്താണ്? പ്രോബിലിറ്റി ഓഫ് 0 <=
ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു 0.8 പ്ലസ് ആരാ പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇനി 0 to 0.8 0.8 വരെയുള്ള നോർമൽ ടേബിളിൽ വാല്യൂ കണ്ടുപിടിക്കുക. 2 വരെയുള്ള വാല്യൂ നോർമൽ ടേബിൾ എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പോൾ ഇസൻ്റെ ടേബിളിൽ നിന്ന് നോക്കുമ്പോൾ 0 മുതൽ 0.8 ഉള്ള ഇസൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇസ് 0.2881 ആണ്. പ്ലസ് 0 to 2 വരെയുള്ള ഇസൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.4772 ആണ്. ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.76. അല്ലെങ്കിൽ ഒന്നേ എടുക്കണേ. ഇത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.7653 എന്ന് കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത് യൂസിങ് ഏതാണ്? ഇസഡ് ടേബിൾ. ക്ലിയർ? Tell me pretty lies, look me in the face, tell me that you